മലപ്പുറം പൊന്നാനിയിൽ രൂക്ഷമായ കടലേറ്റമുണ്ട്. പാലപ്പെട്ടി, വെളിയങ്കോട്, ഹിളർപ്പള്ളി മേഖലയിലാണ് കടലേറ്റം ഉണ്ടായിരിക്കുന്നത്. സമീർ ബിൻ കരീമാണ് വിവരങ്ങളുമായി മലപ്പുറത്തും ചെയ്യുന്നത്. സമീർ, എന്താണ് ആ മേഖലയിലെ ഇപ്പോഴത്തെ അവസ്ഥ? ഇപ്പോഴും മഴ തുടരുന്നുണ്ടോ? ഒപ്പം തന്നെ ഈ വീടുകൾക്കൊക്കെയുള്ള കേടുപാടുകൾ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? പ്രജിൻ, നിലവിൽ മഴയ്ക്ക് ശമനം വന്നിരിക്കുകയാണ്. ഒപ്പം തന്നെ ഉച്ചയ്ക്ക് ശേഷം 4 മണിക്ക് ശേഷം കടലാക്രമണത്തിനും ഒരു ശമനം വന്നിരിക്കുകയാണ്. പക്ഷെ ഉച്ചയ്ക്ക് ഏതാണ്ട് 1 മണി മുതൽ 3 മണി വരെയുള്ള സമയത്തായിരുന്നു കടലാക്രമണം രൂക്ഷമായി മേഖലയിൽ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് പൊന്നാനി ഭാഗത്ത് വെളിയങ്കോട്, പാലപ്പെട്ടി മേഖലകളിൽ ഏകദേശം 50ഓളം വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. പിന്നീട് വെളിയങ്കോട് പഞ്ചായത്തിലെ പത്തുമുറി, തണ്ണിത്തുറ, പെരുമ്പടപ്പ് പഞ്ചായത്തിലെ അജ്മീർ നഗർ, പാലപ്പെട്ടി തീര മേഖലയിലാണ് ഉച്ചയോട് കൂടി തന്നെ കടലാക്രമണം രൂക്ഷമായത്. പിന്നീട് കടൽ തന്നെ 4 മണിയോട് കൂടി വെള്ളം ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. നിലവിൽ കടൽ ശക്തമായതിനാൽ ഈ മേഖലയിലുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കണം എന്നുള്ളതാണ് നിലവിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം. 20ഓളം വീടുകളിൽ നിന്നും ആളുകളെ നിലവിൽ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. രാത്രിയിലും കടലാക്രമണം ഒരുപക്ഷെ രൂക്ഷമാവുകയാണെങ്കിൽ കൂടുതൽ പ്രശ്നമുണ്ടാകും എന്നുള്ളതാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. ഈ മേഖലയിൽ നിലവിൽ കടൽഭിത്തി ഇല്ലാത്തതാണ് ഇത്തരത്തിൽ ഈ ഒരു അപകടത്തിന് കാരണം എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. പ്രത്യേകിച്ച് ഈ ടോൾ നിരോധനത്തിൽ നട്ടതിരിഞ്ഞിരിക്കുന്ന ഒരു തീരദേശ മേഖലയ്ക്ക് ഈ ഒരു കടലാക്രമണം കൂടി താങ്ങാനാവുന്നതല്ല നേരെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യം. ശരി, സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ നൽകിയത്.